ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരിപ്പോൾ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താല്പര്യമില്ല എന്ന് പറഞ്ഞു നിന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളോട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കിങ് ഓഫ് കപ്സ്, 3 ഓഫ് വാണ്ട്സ്, 6 ഓഫ് കപ്സ്, the chariot, 5 of swords, 2 of pentacles, 6 of swords, knight of cups, 8 of swords, 5 of pentacles, 9 of swords, knight of wands, 2 of wands, the tower energy, ace of swords, 10 of swords, 2 of swords, 3 of swords. ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു രീതിയിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ട് പോയവരുണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവോയ്ഡിങ് കാണിച്ചിട്ട് മാറിപ്പോയവരുണ്ടായിരിക്കാം, സൈലന്റ് ആയിട്ട് നിന്ന് പോയ റിലേഷൻഷിപ്പ്. പിന്നീട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. റീസൺ എന്താണെന്ന് ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിക്കായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർത്ത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വേദനിക്കുന്നത്. കാരണം ഇവിടെ 3 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ചുറ്റും ഇപ്പൊ ആരും ഇല്ല. ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇതാണ്. 10 ഓഫ് സോഴ്സ് ആണ്. 3 ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും 10 ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ടവർ എനർജിയും വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ എന്തായാലും വലിയ രീതിക്ക് ഒരു തിരിച്ചടി ഇവർ നേരിട്ടിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 5 പെന്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് ആയിരിക്കാം. മറ്റു ചിലവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടാവസ്ഥ, അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ വേദനിപ്പിച്ച് ഇവരുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുക. നിങ്ങളല്ലാതെ അവരുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇവരെ തന്നെ വിട്ടിട്ട് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളോട് ചെയ്തിരിക്കുന്നതിന്റെ ആയിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ലൈഫിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തില്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് ഒരു ജഗ്ലിങ് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ അവോയ്ഡിങ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു പേഴ്സന്റെ അടുത്ത് ക്ലാരിറ്റിക്ക് വേണ്ടി ചെന്നിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത്, നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരിക്കാം. പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു ഉത്തരം തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അതിവിദഗ്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാതെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ എന്തായാലും അതിനകത്ത് ഒരുപാട് സ്വയം വേദനിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഓരോന്നും ചെയ്യാവുന്ന പല പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരതിനൊന്നും താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് അവർക്ക് കഴിയാമായിരുന്നിട്ട് പോലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു തെറ്റ് ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണല്ലോ എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു കുറ്റബോധം ഇപ്പൊ ഇവരെ കാർന്ന് തിന്നുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഓൾ ടൈം എന്ന് വെച്ചാൽ രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ തിരിച്ച് ഇവരെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു ക്ലാരിറ്റി ഇനിയെങ്കിലും തരിക. അതായത് ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഏറ്റു പറയുക. ഇവിടെ ഏസ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ബുദ്ധിപൂർവ്വമായിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുമ്പോൾ ഇവരുടെ ഒരു ഈഗോ പൂർണ്ണമായിട്ടും പോകരുത്. അല്ലെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുമ്പോൾ അതൊരു ന്യായപൂർവ്വമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റു നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റണം. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ഇപ്പൊ നിൽക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം അനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഇവരുടെ ഒരു തന്ത്രമായിട്ടല്ല ആക്ച്വലി നമുക്കിവിടെ കാണുന്നത്. ഇവർ നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി റിജക്റ്റ് ചെയ്താലോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ ഈ ഒരു രീതിയിലുള്ള തോട്ട് വന്നിരിക്കാനുള്ള കാരണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ അറിയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങളുടെ ലൈഫിൽ? ചിലവർക്ക് ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരമായിട്ട് അവോയ്ഡ്നെസ് അല്ലെങ്കിൽ അവഗണന നേരിട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് കടന്നവരും ഉണ്ടായിരിക്കാം. മറ്റു ചിലർ ഇപ്പോഴും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ചേസ് ചെയ്ത് വരുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്ലാനിങ് അവർ തയ്യാറാക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു എല്ലാം കൊണ്ടിട്ടും നീതിക്ക് അർഹരാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. കാരണം ഒരു കർമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റിന്റെ ഫലമായിട്ടായിരിക്കാം ഇവരുടെ ലൈഫിൽ ഇവർ ഇത്രയും വലിയൊരു വേദനകൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചടിയുടെ കാരണം എന്ന് പറയുന്ന കർമ്മയാണ്. അതായത് നിങ്ങളോട് ചെയ്തതിന്റെ നിങ്ങളുടെ കണ്ണുനീരിന്റെ ആണ് ഇവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ആ ഒരു പ്രയാസങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു നീതി നൽകാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാനും ഇവരിപ്പോ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാമെന്ന് വാക്ക് തന്നവരായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളൊരു വിവാഹം കഴിക്കാനായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. സ്നേഹിച്ച് പകുതി എത്തിയപ്പോഴേക്കും ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ളതൊക്കെ ഇപ്പൊ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അതുപോലെ നിങ്ങൾക്കൊരു നീതി നൽകി ആ ഒരു കമ്മിറ്റ്മെന്റ് വീണ്ടും ഉറപ്പിക്കുക. ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും കെയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഉണ്ടാവേണ്ടതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കാലം എന്ന് പറയുന്നത് തക്കതായ സമയത്ത് ആ ഒരു കണക്ക് ചോദിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ അത്യാവശ്യം ഉള്ള ഒരു പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ കുറച്ച് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ വരുമ്പോൾ ഇവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ വന്നതെന്നുള്ളത്. ആ ഒരു ബോധമൊക്കെ ഉള്ള ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് എന്ന് വെച്ചാൽ നീതിപൂർവ്വം ന്യായപൂർവ്വം റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുകയും അതനുസരിച്ച് മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുകയും വേണം. നീതി അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തിരിച്ചടികൾ അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമിൽ നേരിടേണ്ടി വരും. അതൊരു പക്ഷേ ചിലവർക്ക് മാത്രമാണ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റു ചിലവർ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എല്ലാ രീതിക്കും നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് എന്തായാലും വന്നിരിക്കുന്നത് വലിയ രീതിക്ക് ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയല്ല, അവർക്കൊരു തിരിച്ചറിവിന്റെ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ ലോസ് ആണെന്നുണ്ടെങ്കിലും നഷ്ടം സ്നേഹത്തിന്റെ കാര്യത്തിലുള്ള നഷ്ടമാണെന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട്
ഒരു നശിപ്പിച്ചു കളയുന്ന രീതിയിലേക്കല്ല വന്നിരിക്കുന്നത്. ഒരു ഉണർവോട് കൂടിയുള്ള തിരിച്ചറിവ് കൊടുത്തിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇവർ നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയി പൂർണ്ണമായും തീർന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുക്കണം. അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് നൽകണം. ഇതുവരെ നിങ്ങളോട് കാണിച്ച രീതികൾക്കെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആയി എല്ലാം ഏറ്റു പറയാനുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്ത് വില കൊടുത്തും ഒരു നേട്ടം അത് ഇവർ നേടുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ വിജയം ഇവർക്ക് എന്തായാലും വേണം. ആ ഒരു വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ചേരുക, അല്ലെങ്കിൽ നിങ്ങളെ എത്രയും വേഗം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങളെ ഇനി ലൈഫിലേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുപോലെ നിങ്ങളെ പല കാര്യങ്ങൾക്കും ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് നിങ്ങളോട് ഒരു എന്താ പറയാ ഗർജിക്കുന്ന രീതിയിൽ, ടോക്സിക് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു ദയയില്ലാതെയൊക്കെ നിങ്ങളോട് പലപ്പോഴും അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലെല്ലാം വളരെ എന്താ പറയാ വലിയ രീതിക്ക് ഒരു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവരിപ്പോ ശരീരത്തിലേക്ക് എല്ലാ രീതിക്കും ഒരു അമ്പുകൾ കുത്തി കയറുമ്പോഴുള്ള വേദന എന്തായിരിക്കും, അതാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത്. അത്രയും മരണതുല്യമായ ഒരു വേദന. ഇതിനൊരു ട്രാൻസ്ഫർമേഷൻ അവർക്ക് ആവശ്യമാണ്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അതായത് അവർക്കൊരു നീതിയാണ്. അവർക്കൊരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറണം. അപ്പൊ ഈ ഒരു വേദനയിൽ നിന്നെല്ലാം ഇവർക്കൊരു മോചനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കൂടിയേ തീരൂ എന്നുള്ളൊരു തിരിച്ചറിവ് അത് ഇവർക്ക് ഇപ്പൊ എന്തായാലും വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിലപാടും എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കണ്ണടച്ചൊരു നിലപാട് എടുക്കാനുള്ള തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ നേടാൻ അവർ തയ്യാറാണ്. അതിന് ഇനിയിപ്പോ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിലേക്ക് അവരുടെ വന്നെങ്കിൽ പോലും അതിനെയെല്ലാം ഇവര് അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം അവരുടെ എയിം എന്ന് പറയുന്നത് നിങ്ങളെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ നേടുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് അവർ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നുള്ള ഓർമ്മകളൊക്കെ വരുന്നത്. ഇവിടെ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് പോലും ഉണ്ട്. അതും ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ ഇവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സന്തോഷങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരുപാട് ഹൈഡിങ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഇവരുടെ ലൈഫിൽ കൂടെ ആരും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പൊ ഇനിയെങ്കിലും ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു സന്തോഷവും സമാധാനവും എല്ലാം ആനന്ദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവോട് കൂടി ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ്, നിങ്ങൾ യാത്ര ചെയ്തതോ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചതോ ആയ കാര്യങ്ങളോ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തായിട്ടുള്ള മൊമെന്റ്സോ ഇതെല്ലാം ഇവരിപ്പോ ഓർത്തെടുക്കുകയാണ്. ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 6 ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അത്രത്തോളം നിങ്ങൾ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണിക്കുന്നത്. ഇതൊരു ലവേഴ്സ് എനർജി കാർഡാണ്. ആ ഒരു നൊസ്റ്റാൾജിയാണ്. കഴിഞ്ഞു പോയ ദിനങ്ങൾ, വഴക്കുണ്ടായ കാര്യങ്ങളൊന്നുമല്ല. ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു സമയത്തൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് എല്ലാം ഇവർ ഓർത്തെടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ ഒരു വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഇപ്പൊ ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്യാണ്. കാരണം ഇമോഷൻസ് കൂടുതലായിട്ട് വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. കാരണം ഇവരുടെ തെറ്റ് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗണിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് എനർജീനെ ഇൻക്രീസ് ചെയ്യാനായിട്ട്, കാരണം അവരുടെ എനർജീനെ ഇൻക്രീസ് ചെയ്താലാണ് അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് വളരെ പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ മുന്നിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് ഇവരുടെ ഒരു അവസ്ഥ. ഒരു സമയത്ത് ഇവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ച് പുറത്തേക്ക് വരും. പക്ഷേ അപ്പൊ തന്നെ ഇവർ പെട്ടെന്ന് ഡൗൺ ആവുകയാണ്. ഡൗൺ ആവുക എന്ന് പറയുമ്പോൾ അവരുടെ എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും
എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് വിജയം കൈവരിക്കുക ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ഇവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി അല്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പല രീതിയിൽ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നത്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആയിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ പുറകെ തന്നെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാതിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഇതുവരെ അവർക്ക് പറ്റിയ തെറ്റുകളെയൊക്കെ ഓർത്ത് അവർ സ്വയം നീറുകയാണ്. കുറ്റബോധം നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു നൊസ്റ്റാൾജിയ എനർജിയാണ്. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, എവിടെയാണോ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചത് അവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവിടേക്ക് വന്ന് നിങ്ങളുമായിട്ട് ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി നിങ്ങളെ തിരിച്ച് ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ അവരുടെ ഒരു തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഫേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ടൈംഡ് ഔട്ട് ആണ്. സെപ്പറേഷൻ ലവ് ആണ്. ടെംപ്റ്റേഷൻ വന്നിട്ടുണ്ട്. കോൾഡ് കൺട്രോൾ. പാസ്റ്റ് മാർസ് ഹോട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഫേറ്റ് ആണ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് കർമ്മ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ അനുഭവിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ വിധിയായിട്ട് തന്നെ അവരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് ഒരു സൈക്കിൾ പോലെ കറങ്ങിയിട്ട് ഇവർ എവിടെയാണോ തൊടുത്തു വിട്ടത് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവരായിട്ട് തന്നെ പോയി കറങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തിയിരിക്കുന്നു. ആ ഒരു ഡിവൈൻ ടൈം എത്തിയപ്പോഴേക്കും അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിന്റെ ടൈം എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസിനെ എത്രയും വേഗം അവസാനിപ്പിക്കണം. ഫിസിക്കൽ ആയിട്ട് എന്നുള്ളത് ഇവർ ചിന്തിക്കാൻ കാരണം മെന്റലി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിലും വിരോധമാണെന്നുണ്ടെങ്കിലും ഇഷ്ടക്കുറവാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായി അവസാനിച്ചു. അവരെന്തിന്റെ പേരിലാണോ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയത് ആ ഒരു സിറ്റുവേഷൻ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കർമ്മയുടെ രൂപത്തിൽ അവർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമോഷണലി ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളിലേക്ക് ഇത്രത്തോളം അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ലവ് ആണ്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളിലേക്കുള്ള പ്രണയം കൂട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി അവർക്ക് നിങ്ങളോട് കൂടി വന്നിരിക്കുകയാണ്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം. ചിലവര് ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഡിവോഴ്സ് എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാനായിട്ട് നിന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കാരണം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയൊക്കെയാണ് റിലേഷൻഷിപ്പിൽ ഇവർ ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദന, നിങ്ങൾ അനുഭവിച്ച പെയിൻ അതെല്ലാം യൂണിവേഴ്സ് ആയിട്ട് കണ്ടറിഞ്ഞ് തന്നെ ഈ ഒരു വ്യക്തിക്ക് കാലത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കർമ്മയുടെ രൂപത്തിൽ തിരിച്ചറിവ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പ്രണയം എല്ലാ രീതിക്കും ആ ഒരു സ്നേഹം ഇവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഓർത്ത് ഇവരെല്ലാ രീതിക്കും വേദനിക്കുകയാണ്. പാസ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികളും അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇവർ മനസ്സുകൊണ്ട് ഓർക്കുന്നുണ്ട്. സഫറിംഗ് എന്ന് പറയുമ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം അവരിപ്പോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെയാണ് അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയുകയാണ്. വളരെ സൈലന്റ് ആയിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്.
അവരുടെ ഇമോഷൻസ് ഒക്കെ ഒരു രീതിയിലും മറ്റുള്ളവരൊക്കെ അറിയാതെ അവർ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇവിടെ സീക്രട്ടീവ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഒരു പേഴ്സൺ സീക്രട്ട് ആയിട്ട് വെച്ചിരുന്നത്, അതെല്ലാം ആ ഒരു ഇമോഷൻസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് പങ്കിടണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ ഒരു ആക്ഷൻ എടുക്കണം. ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അവർ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടത് എന്നുള്ള പോസിബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ വളരെയധികം ഒരു ഹോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ അട്രാക്ഷൻ വന്നിട്ടുണ്ട്, ലസ്റ്റ് വന്നിട്ടുണ്ട്. ഇവർക്ക് നിങ്ങളോട് ഫിസിക്കലി ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക്. ഇവർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. പല പല ടെംപ്റ്റേഷൻസിന്റെ പുറത്ത് നിങ്ങളെ വിട്ടു പോയവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് സ്വയമേ തന്നെ തിരിച്ചറിയാണ്. അപ്പൊ വളരെയധികം ഒരു ഹോട്ട് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവസരങ്ങൾ ചോദിച്ചു വരാനുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവരുടെ പുറകെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, അവസരം എന്ന് പറയുമ്പോൾ നിങ്ങളെ കേൾക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നടന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവരുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പൊ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നീതിക്ക് വേണ്ടിയിട്ട് നീ തന്നെ സ്റ്റെപ്പ് എടുക്കൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം. അവരുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കാത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് വരാമല്ലോ, നിങ്ങളെ അവരാണല്ലോ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അങ്ങനെയല്ല, ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ഒത്തിരി വേദനിപ്പിച്ച് പോയൊരു പേഴ്സൺ ആണ്, ചതിച്ചിട്ട് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആവണമെന്നില്ല. അത് ഇവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ബുദ്ധിപൂർവ്വം പ്ലാനിങ്ങോട് കൂടി ഇവർ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യുന്നത്. കാരണം വെറുതെ ഒരു സംസാരമല്ല ഇവർ ആഗ്രഹിക്കുന്നത്, റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അതുപോലെ ഒരുപാട് കളവൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി നൽകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പ്രൂഫ് കാര്യങ്ങളെല്ലാം ഇവർക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് സത്യസന്ധതയോടുകൂടി വെളിപ്പെടുത്തി നിങ്ങളെ കൺവിൻസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഈ ഒരു ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അശ്വതി, ഉത്രട്ടാതി, ജെമിനി എന്നൊരു സ്റ്റാർ, ട്രിവാൻഡ്രം, എച്ച് എന്നൊരു ലെറ്റർ, ആയില്യം, വി എന്നൊരു ലെറ്റർ, ജൂലൈ മന്ത്, പൈസസ് വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ, 30 ഡേയ്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. നിങ്ങളുടെ പേഴ്സൺ 30 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. രോഹിണി, സെപ്റ്റംബർ മന്ത്, വിത്തിൻ 3 മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. ചോതി എന്നൊരു സ്റ്റാർ, 19, ആർ എന്നൊരു ലെറ്റർ, തൃക്കേട്ട, തൃശൂർ ഡിസ്ട്രിക്റ്റ്, എസ് എന്നൊരു ലെറ്റർ, വയനാട്, 1986, നവംബർ മന്ത്, എസ് അഗെയിൻ വന്നിട്ടുണ്ട്, വയനാട് അഗെയിൻ വന്നിട്ടുണ്ട്, പത്തനംതിട്ട, കെ എന്നൊരു ലെറ്റർ, 38 വന്നിട്ടുണ്ട്, മെയ് മന്ത്, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 25, എൻ എന്നൊരു ലെറ്റർ, 1988,
40, 28. അശ്വതി again വന്നിട്ടുണ്ട്. D എന്നൊരു ലെറ്റർ, T എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.